രാജ്യത്തെ മികച്ച ജനകീയ ലോട്ടറി സംവിധാനമാണ് കേരളത്തിലേതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന അംഗപരിമിതരായ അംഗങ്ങൾക്കുള്ള സൗജന്യ മുച്ചക്ര വാഹന വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരിച്ച് അവരുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഇതിനൊരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കപ്പെട്ടു. ആ ക്ഷേമനിധി ബോർഡ് അതിൻ്റെ ഭാഗമായി നൽകുന്ന ക്ഷേമ പദ്ധതികൾ പലതുമുണ്ട്. ഇവിടെ ചെയർമാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും പുതുതായിട്ട് വിവാഹ ധനസഹായത്തിനുൾപ്പെടെ പുതിയ പദ്ധതികൾ വന്നു. ചികിത്സാ സഹായത്തിനുള്ള പദ്ധതികളുണ്ട്, പെൻഷൻ ഉണ്ട്. വർഷത്തിൽ ഈ ക്ഷേമനിധിയിൽ തന്നെ ബോണസ് കൊടുക്കുന്ന അത് റിട്ടയർ ചെയ്ത പെൻഷനേഴ്സിനും നിലവിലുള്ള തൊഴിലാളിക്കും നമ്മൾ ഓണത്തിനൊരു ഉത്സവ ബത്ത കൊടുക്കുന്ന സംവിധാനം ഇതുപോലെ കൃത്യമായിട്ടുള്ളത് ഇവിടെയാണ്. അതൊക്കെ നല്ലതുപോലെ ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇപ്പോൾ 169 ഈ ട്രൈ സ്കൂട്ടറാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിതരണം ചെയ്യുന്നത്. എല്ലാം ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നില്ല, 2-3 മേഖലകളിലായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇന്നിവിടെ വിതരണം ചെയ്യുന്ന പൂർണ്ണമായും സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് കേരളത്തിലെ ലോട്ടറി സംവിധാനം. ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വിവാഹ ചികിത്സാ ധനസഹായങ്ങൾ പെൻഷനർമാർക്ക് ഉത്സവബത്തയും നൽകുന്നുണ്ട്. 160 വീടുകൾ യാഥാർത്ഥ്യമാക്കുന്ന ഭവന പദ്ധതിയും വരുന്നുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 69 അംഗങ്ങൾക്കുള്ള വാഹനങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്.